ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും ഏക സിവിൽ കോഡുമാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. സൗജന്യ റേഷൻ അടുത്ത 5 വർഷം കൂടി തുടരും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട്. मोदी की गारंटी है कि मुफ्त राशन की योजना आने वाले 5 साल तक जारी रहेगी, कि जन औषधि केंद्रों पर 80% डिस्काउंट के साथ सस्ती दवाएं मिलती रहेगी। इतना ही नहीं, इन दवाइयों के जन औषधि के केंद्रों का हम विस्तार भी करेंगे. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ബൽറാം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏക സിവിൽ കോഡ്, ഇതൊക്കെ നേരത്തെയും പ്രചാരണ വിഷയമാക്കി ബി.ജെ.പി തുടങ്ങിയതാണ്. പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങൾ എന്തൊക്കെ ബൽറാം? ഉന്മേഷ്, ബി.ജെ.പി ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ബി.ജെ.പിയുടെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി അവതരിപ്പിച്ചതിൽ പോലും ശ്രദ്ധേയമായ ഒരു ക്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏറ്റവും ആദ്യം പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനം എന്നുള്ളത് സൗജന്യ റേഷൻ അടുത്ത 5 വർഷത്തേക്ക് കൂടി നടപ്പാക്കും എന്നുള്ളതാണ്. ജനൌഷധ കേന്ദ്രങ്ങളിൽ 80% വിലക്കുറവിൽ മരുന്ന്, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, അത് ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തും. മുദ്ര സ്കീമിൽ കീഴിലുള്ള വായ്പ 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷമായി വർദ്ധിപ്പിക്കും. വൈദ്യുതി ബില്ല് 0 വൈദ്യുതി ഉൽപാദനത്തിന് നേട്ടമുണ്ടാക്കാനും ജനങ്ങൾക്ക് അവസരമൊരുക്കും. ഇതിനായി സൗരോർജ്ജം അടക്കമുള്ള പദ്ധതികൾ ആരംഭിക്കും. പ്രകൃതിവാതകം കുറഞ്ഞ വിലയിൽ പൈപ്പുകൾ വഴി എല്ലാവർക്കും ലഭ്യമാക്കും. കൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ആയുഷ്മാൻ ഭാരതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ നിലവിലുള്ള 1 കോടി ലാഖ്പതി ദീദികൾ 3 കോടിയാക്കി മാറ്റും. തുടങ്ങിയ അടിസ്ഥാന വിഭാഗത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്നുള്ളത്. പിന്നീട് മറ്റ് വ്യവസായ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലുമുള്ള വളർച്ച അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തി. അതിൽ പ്രധാനമായും ഈ സ്വകാര്യ മേഖലയ്ക്ക് വളർച്ചയ്ക്കുള്ള പദ്ധതികൾ അടക്കമുള്ളവ, കൂടുതൽ വിമാനങ്ങൾ കൂടി രാജ്യം വാങ്ങുന്നു, അത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി നടത്തി. കൂടാതെ തമിഴ് ഭാഷയെ പ്രോത്സാഹിപ്പിക്കുമെന്നും രാജ്യത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴ് എന്നും അതിനുള്ള പ്രോത്സാഹനം ഉണ്ടാകുമെന്നും ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികം രാജ്യവ്യാപകമായി തന്നെ വിപുലമായി ആഘോഷിക്കും എന്നുമുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തി. സമസ്ത മേഖലകളുടെയും ഉൽപാദന ഹബ്ബായി ഭാരതത്തെ മാറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഏറ്റവും ഒടുവിലേക്കാണ് പ്രധാനമന്ത്രി ഈ CAA ഒപ്പം തന്നെ ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ വിശദീകരിച്ചത്. ഈ CAA നടപ്പാക്കുമെന്നും ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ മറ്റ് നിരവധി വാഗ്ദാനങ്ങൾ ബി.ജെ.പി ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നു. എല്ലാ വിഭാഗത്തെയും സ്പർശിക്കുന്നതാണ് ഈ പ്രകടന പത്രിക എന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ, പാവപ്പെട്ടവർ, കർഷകർ എന്നീ വിഭാഗങ്ങൾ, യുവാക്കൾ എന്നീ വിഭാഗങ്ങളെ 4 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 4 തൂണുകളിലെ അടിസ്ഥാനമാക്കിയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രിക എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ 4 വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കും പ്രകടന പത്രികയുടെ ഓരോ പകർപ്പ് നൽകിക്കൊണ്ടാണ് ഈ പ്രകടന പത്രിക ബി.ജെ.പി അവതരിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തുടനീളം വന്ദേ ഭാരതിന്റെ 3 മോഡലുകൾ കൊണ്ടുവരുമെന്നും അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ 3 മേഖലകളിലും വികസനം കൊണ്ടുവരും എന്ന വാഗ്ദാനമാണ്. ഒപ്പം തന്നെ പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്ന അഴിമതിക്കാരെ ജയിലിലടയ്ക്കുമെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു. 1000 വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാനുള്ള ഉത്തമ അവസരമാണ് ഇത് എന്നും 100 ദിന കർമ്മ പദ്ധതിക്കായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു.
ഏറ്റവും ഒടുവിലാണ് BJPയുടെ നേരത്തെ മുൻകാലങ്ങളിൽ തന്നെ BJP പ്രഖ്യാപിത അജണ്ടയായി ഉള്ള ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ഏറ്റവും ഒടുവിലാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും പ്രകടന പത്രികയ്ക്ക് വേണ്ടി BJPയുടെ പ്രകടന പത്രികയ്ക്ക് വേണ്ടി രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് എന്നും ഈ പ്രകടന പത്രിക എന്നുള്ളത് വെറും വാഗ്ദാനം മാത്രമല്ല മോദിയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് ആമുഖമായി സംസാരിക്കുമ്പോൾ തന്നെ JP നദ്ദ രാമക്ഷേത്രത്തിന്റെ കാര്യം സൂചിപ്പിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ഉത്സവത്തിന്റെ പ്രഖ്യാപനം അത് പ്രകടന പത്രികയുടെ ഭാഗമാകുന്നു. അങ്ങനെ കൃത്യമായി തന്നെ ആ രാഷ്ട്രീയം അവർ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതെല്ലാം പ്രകടന പത്രികയുടെയും ഭാഗമാകുന്നു എന്നല്ലേ ബൽറാം? തീർച്ചയായും ഉന്മേഷ്, BJP ഈ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുന്ന ഘട്ടത്തിൽ രൂപീകരിച്ച പ്രചരണം നടത്തിയ അജണ്ടകൾ എല്ലാം തന്നെ ഉൾപ്പെടുന്നതായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ പ്രസംഗം എന്നുള്ളത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം എന്നാൽ നീക്കിവെച്ചത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി അത് രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം വിശ്വാസമുണ്ട് എന്നത് വിശദീകരിക്കാനായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ച എല്ലാ വാഗ്ദാനങ്ങളും അതെല്ലാം നടപ്പാക്കി കഴിഞ്ഞ ശേഷമാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നും മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ് എന്നുമുള്ള പ്രഖ്യാപനം JP നദ്ദ നടത്തി. വികസിത രാജ്യങ്ങളെ പിന്തുടരുന്ന രാജ്യം എന്ന നിലയിൽ നിന്നും ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും അതിനപ്പുറത്തേക്ക് ഇന്ത്യയെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്നും JP നദ്ദ പറഞ്ഞു. കോവിഡ് കാലത്ത് വാക്സിനുകളിലൂടെ രാജ്യം മാതൃക കാണിച്ചു എന്നും മോദിയുടെ ഗ്യാരണ്ടികൾ പൂർത്തിയാക്കുമെന്ന ഗ്യാരണ്ടികൾ കൂടിയാണ് എന്നും JP നദ്ദ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ജൻധൻ യോജന മുതൽ ഉജ്ജ്വല യോജന വരെയുള്ള നടപ്പാക്കിയ പദ്ധതികളെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് BJP ഉയർത്തിപ്പിടിക്കുന്ന മറ്റ് അജണ്ടകൾ കൂടി JP നദ്ദ മുന്നോട്ട് വെച്ചത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് BJP പ്രകടന പത്രിക സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.